സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ നടന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്ന കേരള കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ കഴിഞ്ഞ ദിവസം നടന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്ന് കേരള കോൺഗ്രസ് ആരോപിച്ചിരുന്നു. എന്നാൽ കേരള കോൺഗ്രസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു. സംസ്ഥാനമൊട്ടാകെ UDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ സേനാപതി പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രമായി സമരം നടത്തുകയാണെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. സേനാപതി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലരുടെ ഒത്താശയോടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്ത UDF സംവിധാനം തകർത്തത് കേരള കോൺഗ്രസ് ആണെന്നും DCC പ്രസിഡന്റിന്റെ കത്ത് പോലും അവഗണിച്ചതിനെ തുടർന്നാണ് സേനാപതിയിലെ UDF സംവിധാനം തകരാറിലായതെന്നും കോൺഗ്രസിൽ ഗ്രൂപ്പിസമുണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും നേതാക്കൾ അറിയിച്ചു. മുന്നണിക്കൊപ്പം നിൽക്കേണ്ട ആള് എങ്ങനെയാണ് അവിടെ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ കോൺഗ്രസിൽ പ്രശ്നമുള്ളത് കോൺഗ്രസ് എടുത്തോളാം. പുള്ളിയുടെ നിലപാട് എന്തായിരുന്നു? അപ്പോൾ പാർട്ടിക്കൊപ്പമല്ലേ അദ്ദേഹം നിൽക്കണ്ടേ? അല്ലെങ്കിൽ പുള്ളി നിഷ്പക്ഷമായിട്ട് വന്നോ? ഇല്ലല്ലോ. അദ്ദേഹം DCCയുടെ കത്ത് വലിച്ചു എറിഞ്ഞു തന്നെയാണ് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്മാറിപ്പോയത്. അപ്പോൾ അവിടെ ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നമൊന്നും അവിടെ ഇല്ല. അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇനിയിപ്പോ ഗ്രൂപ്പിൽ തന്നെ പുള്ളി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ പുള്ളി UDF സംവിധാനം നിലനിർത്തി പോകേണ്ട ആളാണ്. നിലവിൽ ഗ്രൂപ്പിസമില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും നെടുങ്കണ്ടം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന രാപ്പകൽ സമര ചർച്ചയിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നുവെന്നും UDFന്റെ നിയോജക മണ്ഡലം ചെയർമാന്റെ അധ്യക്ഷതയിലാണ് യോഗ തീരുമാനമെടുത്തതെന്നും നേതാക്കൾ അറിയിച്ചു. ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ സേനാപതി UDF സംവിധാനം ഉണ്ടാകില്ലെന്നും നേതാക്കൾ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി ഇല്ലിമൂട്ടിൽ, ജോസ് പുത്തുപ്പള്ളി, ബിജു രമേശ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നോബർട്ട് ജോസഫ്, CP സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.